Hi, good morning. Dear students, we are discussing the topic tax planning and management, a paper in the fourth semester of MCOM, University of Calicut. Today, we discuss the second module, assessment of companies. നാം ബികോം ക്ലാസ്സിൽ നിന്ന് തന്നെ കേട്ടൊരു വേർഡാണ് കമ്പനി എന്ന്. അവിടെ നമ്മൾ പഠിച്ചത് കമ്പനീസ് ആക്ടിലെ കമ്പനിയെക്കുറിച്ചാണ്. എന്നാൽ ഇൻകം ടാക്സ് ആക്ടിലെ കമ്പനി എന്ന വേർഡും നാം പഠിച്ചതായിരിക്കുന്ന കമ്പനീസ് ആക്ടിലെ കമ്പനി എന്ന വേർഡും മീനിങ്ങിൽ ഡിഫറൻ്റാണ്. അസസ്മെൻ്റ് എന്ന വേർഡ് നമ്മൾ തേർഡ് സെമസ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അസസ്മെൻ്റ് ഓഫ് ഇൻഡിവിജ്വൽ, അസസ്മെൻ്റ് ഓഫ് HUF, അസസ്മെൻ്റ് ഓഫ് ഫേം, അസസ്മെൻ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അവിടെ പഠിക്കാത്ത ഒരു പാർട്ടാണ് അസസ്മെൻ്റ് ഓഫ് കമ്പനി എന്നത്. എന്താണ് അസസ്മെൻ്റ് എന്നാൽ? അസസ്മെൻ്റ് ഒരു പ്രൊസീജിയറാണ് വിച്ച് കൺസിസ്റ്റ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി, പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് ഫൈനലൈസേഷൻ. ഈ 5 സ്റ്റെപ്പുകൾ അടങ്ങിയ ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് കമ്പനികളുടെ അസസ്മെൻ്റാണ്. കമ്പനി എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 17 അനുസരിച്ച് എ കമ്പനി ഇൻക്ലൂഡ്സ് എൻ ഇന്ത്യൻ കമ്പനി. എന്തായിരിക്കും ഒരു ഇന്ത്യൻ കമ്പനി എന്നാൽ? എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട്, ഇപ്പോൾ 2013, ഇതിനു മുമ്പ് 1956. ഇന്ത്യൻ കമ്പനീസ് ആക്ട് അപ്ലിക്കബിൾ അല്ലാത്ത ജമ്മു ആൻഡ് കാശ്മീർ പോലെയുള്ളതായിരിക്കുന്ന പ്രത്യേക പ്രദേശങ്ങളിൽ അവിടെ അന്ന് നിലവിലുണ്ടായിരുന്ന ആക്ട് അനുസരിച്ച് ഫോം ചെയ്യപ്പെട്ട കമ്പനികളും കമ്പനികൾ തന്നെയാണ്. അതുകൂടാതെ എ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റഡ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്ത് അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ഫോം ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഒരു കമ്പനിയും ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 17 അനുസരിച്ച് കമ്പനിയാണ്. ഇന്ത്യയിലെ കമ്പനി മാത്രമല്ല കമ്പനി, വിദേശ രാഷ്ട്രങ്ങളിലെ കമ്പനിയെയും ഇന്ത്യയിൽ കമ്പനിയായിട്ട് പരിഗണിക്കും. ഏത് ആക്ട് അനുസരിച്ച്? ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച്. കമ്പനീസ് ആക്ട് അനുസരിച്ച് അത് പരിഗണിച്ചു കൊള്ളണമെന്നില്ല. മൂന്നാമത്തത് എ കമ്പനി അസസ്ഡ് ആസ് കമ്പനി ഓൺ ഓർ ബിഫോർ 1970. 1970 ഫസ്റ്റ് ഏപ്രിലിന് മുമ്പ് ഏതൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു അസോസിയേഷൻ കമ്പനിയായിട്ട് അസസ്മെൻ്റ് നടത്തിയോ അത് ഇന്ന് നിലവിലുണ്ടെങ്കിൽ അത് ഇന്നും അത് കമ്പനിയായിട്ട് തന്നെയാണ് അസസ്മെൻ്റ് നടത്തുന്നത്. മറ്റൊന്ന് an organization or an institution or body where the CBDT, Central Board of Direct Tax, declares as a company. ഒരു ബോഡിയെ അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഓർഗനൈസേഷനൊക്കെ CBDT ഡിക്ലെയർ ചെയ്യാം, നിങ്ങളെ കമ്പനിയായിട്ടാണ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ കമ്പനിയായിട്ടാണ് പരിഗണിക്കുക എന്ന് ഡിക്ലെയർ ചെയ്താൽ അത് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിന് അസസ്മെൻ്റ് ചെയ്യപ്പെടുക കമ്പനിയായിട്ടാണ്. കമ്പനിയുടെ അസസ്മെൻ്റ് നമുക്കറിയാം, അതിന് എക്സംഷൻ ലിമിറ്റ് ഒന്നുമില്ല, ഫ്ലാറ്റ് റേറ്റിലാണ്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ടേൺ ഓവർ ബേസ്ഡ് 2 ടാക്സ് റേറ്റ് ഉണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, ഫ്ലാറ്റ് റേറ്റ് 30% ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ടേൺ ഓവർ നോക്കിയിട്ട് 2 റേറ്റ് ഉണ്ട്. കമ്പനിക്ക് ഒരുപാട് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ് സെക്ഷൻ 80. പക്ഷേ നമ്മളെ ഇൻഡിവിജ്വൽസിനും HUF ഒക്കെ 80C, 80U, 80DD അതൊന്നും കമ്പനിക്ക് കിട്ടൂല. അതൊക്കെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് HUF കിട്ടുള്ളൂ. കമ്പനിക്കുള്ള ഡിഡക്ഷൻ 80G മുതൽ 80G, 80IA, 80IAB, 80IB, 80IC, 80ID, 80GGB ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി, ഇങ്ങനെയുള്ള ഡിഡക്ഷൻസാണ് കമ്പനിക്കുള്ളത്. എല്ലാ കമ്പനിയെയും ഒരേപോലെയല്ല ഇൻകം ടാക്സ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്ത ടൈപ്പിലുള്ള കമ്പനികളാണ്. ഇന്ത്യൻ കമ്പനി, ഡൊമസ്റ്റിക് കമ്പനി,
കമ്പനീസ് ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്, ക്ലോസ്ലി ഹെൽഡ് കമ്പനി, വൈഡ്ലി ഹെൽഡ് കമ്പനി, ഫോറിൻ കമ്പനി എന്നിങ്ങനെ കമ്പനികളെ വ്യത്യസ്തമായിട്ട് തരംതിരിക്കുന്നുണ്ട് ഇൻകം ടാക്സ്. ഇന്ത്യൻ കമ്പനി എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചോ അതല്ലെങ്കിൽ അതത് കാലഘട്ടങ്ങളിൽ ജമ്മു കാശ്മീർ പോലെയുള്ളതായിരിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകമായിട്ട് നിലവിലുണ്ടായിരുന്ന കമ്പനീസ് ആക്ട് അനുസരിച്ചോ ഫോം ചെയ്യപ്പെട്ടതായിരിക്കുന്ന കമ്പനികളാണ് ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ കമ്പനി എന്ന മീനിങ്ങും ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്ന മീനിങ്ങും സാധാരണ നമ്മുടെ ഭാഷയിൽ ഒന്നാണെന്ന് തോന്നും, പക്ഷെ ഒന്നല്ല. ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞാൽ എ കമ്പനി the income of which is assessed in India as per Income Tax Act, and the company made prescribed arrangements for the distribution of or declaration of dividend in India. ഒരു കമ്പനി ആ കമ്പനിയുടെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ടാക്സ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഇൻകത്തിൻ്റെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതേ ഇക്വിറ്റി ആണെങ്കിലും ശരി, പ്രിഫറൻസ് മൂലമുള്ള ഡിവിഡൻഡ് ആണെങ്കിലും ശരി, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഡിക്ലറേഷനും ഒക്കെ ഇന്ത്യയിൽ വെച്ച് നടത്താൻ വേണ്ടി പ്രിസ്ക്രൈബ്ഡ് ആയിരിക്കുന്ന അറേഞ്ച്മെന്റ് നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡൊമസ്റ്റിക് കമ്പനിയാണ്. അപ്പോൾ ഒരു ഫോറിൻ കമ്പനി വേണമെങ്കിലും ഒരു ഡൊമസ്റ്റിക് കമ്പനി ആവാം. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ വിദേശത്ത് വർക്ക് ചെയ്യുന്ന, വിദേശത്ത് രജിസ്റ്റർ ചെയ്തതായിരിക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ ആ കമ്പനിയും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഇന്ത്യ രാജ്യത്താണ് ചെയ്തത് എങ്കിൽ അത് ഡൊമസ്റ്റിക് കമ്പനിയാവും. ഡൊമസ്റ്റിക് കമ്പനി അല്ലാത്തതൊക്കെ ഫോറിൻ കമ്പനിയാണ്. ഡൊമസ്റ്റിക് കമ്പനി അല്ലാത്തതൊക്കെ ഫോറിൻ കമ്പനി. ഓക്കെ. അതേപോലെ കമ്പനികളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ പഠിക്കണം. കമ്പനികൾ ഒന്നുകിൽ റെസിഡന്റ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആയിരിക്കും. ഓർഡിനറിലി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ കാര്യത്തിലും HF കാര്യത്തിലും പഠിച്ച അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കമ്പനിക്കില്ല. കമ്പനി ഒന്നുകിൽ എന്താണ് റെസിഡന്റ്, അതല്ലെങ്കിൽ എന്താണ് നോൺ റെസിഡന്റ്. എല്ലാ ഇന്ത്യൻ കമ്പനിയും റെസിഡന്റ് കമ്പനിയാണ്. എല്ലാ ഇന്ത്യൻ കമ്പനിയും അതിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണെങ്കിലും പ്രശ്നമില്ല. ഇന്ത്യയിലാണ് രജിസ്റ്റർ ചെയ്തത്, മുംബൈയിലാണ് രജിസ്റ്റർ ചെയ്തത്, ഹെഡ് ഓഫീസ് വാഷിങ്ടണിലാണ്, എന്നാൽ അതിനെ റെസിഡന്റ് കമ്പനിയായിട്ടാണ് കൂട്ടുക. കാരണം നമുക്കറിയാം ടാക്സ് ലാബിലിറ്റി വരുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. നമ്മൾ സെക്ഷൻ 6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ സെക്ഷൻ 6ന്റെ സബ്സെക്ഷൻ 3 ആണ് കമ്പനികളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, ഒരു വിദേശ കമ്പനി ഫോറിൻ കമ്പനിയാണ്, പക്ഷേ അതിൻ്റെ എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണ്, എന്നാൽ അതും റെസിഡന്റ് കമ്പനിയാണ്. ജപ്പാനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ്, പക്ഷേ അതിൻ്റെ ഇഫക്റ്റീവ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഡൽഹിയിലാണ്, അതല്ലെങ്കിൽ കൊച്ചിയിലാണ്, അതല്ലെങ്കിൽ ചെന്നൈയിലാണ്. എന്നാൽ അതിനെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് അതിനെ റെസിഡന്റ് കമ്പനി എന്നാണ് പറയുന്നത്. റെസിഡന്റ് കമ്പനി അല്ലാത്തതൊക്കെ എന്താണ്? നോൺ റെസിഡന്റ് കമ്പനിയാണ്. റെസിഡന്റ് കമ്പനിക്കാണ് കൂടുതൽ ടാക്സ് ലാബിലിറ്റി ഇന്ത്യയിൽ വരിക. ഇന്ത്യൻ ഇൻകത്തിനും അവർക്ക് ടാക്സ് വരും, വിദേശത്ത് നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻകത്തിനും അവർക്ക് ടാക്സ് വരും. റെസിഡന്റ് കമ്പനിയാണെങ്കിൽ റെസിഡന്റ് കമ്പനിക്ക് എന്തൊക്കെയാണ് ടാക്സ് വരിക? ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം അക്രൂഡ് ഓർ ഡീംഡ് ടു ബി അക്രൂഡ് ഇൻ ഇന്ത്യ. മൂന്നാമത്തത് ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ. എന്നാൽ നോൺ റെസിഡന്റ് കമ്പനിക്ക് ആദ്യത്തെ രണ്ടെണ്ണത്തിന് ടാക്സ് വരും. ഏതിനൊക്കെ? ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം അക്രൂഡ് ഓർ ഡീംഡ് ടു ബി അക്രൂഡ് ഇൻ ഇന്ത്യ. വിദേശത്ത് നിന്ന് റിസീവ് ചെയ്യുന്ന അല്ലെ അക്രൂ ചെയ്യുന്ന ഇൻകത്തിന് നോൺ റെസിഡന്റ് കമ്പനിക്ക് ഇന്ത്യയിൽ ടാക്സ് വരില്ല. അതേപോലെ കമ്പനികളെ കമ്പനീസ് ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് ആൻഡ് നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്, അതിനെ തന്നെയാണ് വൈഡ്ലി ഹെൽഡ് കമ്പനി എന്നും ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്നും പറയാം. കമ്പനീസ് ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്, അതിൻ്റെ മറ്റൊരു പേരാണ് വൈഡ്ലി ഹെൽഡ് കമ്പനി. ഒരു ഗവൺമെൻറ് കമ്പനി, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും, അതേപോലെ റിസർവ് ബാങ്കിൻ്റെ അണ്ടറിലുള്ളതായിരിക്കുന്ന ഒരു കമ്പനി, അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും കോ ഓണർഷിപ്പിലുള്ള ഒരു കമ്പനി, അറ്റ്ലീസ്റ്റ് 40% എങ്കിലും ഷെയർ
ഇവർക്കുണ്ടെങ്കിൽ അത് കമ്പനീസ് ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്. ഓക്കെ, നമ്മൾ സാധാരണ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നതിനാണ് കമ്പനീസ് ഇൻ വിച്ച് പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നത്. അതിന് തന്നെയാണ് വൈഡലി ഹെൽഡ് കമ്പനി എന്നും പറയുന്നത്. നമ്മൾ സാധാരണ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നതിനാണ് ഇൻകം ടാക്സ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന ടേം ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. വൈഡലി ഹെൽഡ് കമ്പനി അല്ലാത്തതൊക്കെ ക്ലോസ്ലി ഹെൽഡ് കമ്പനി. അതാണ് ഇൻകം ടാക്സിൻ്റെ ഒരു ഡെഫിനിഷൻ. എങ്ങനെയാണ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി? ഓക്കെ, അപ്പോൾ വ്യത്യസ്ത ടൈപ്പിലുള്ള കമ്പനി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. കമ്പനിക്ക് 4 ഹെഡ്സ് ഓഫ് ഇൻകം മാക്സിമം ഉണ്ടാവും. 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടാവില്ല. ഇൻകം ഫ്രം സാലറി കമ്പനിക്ക് ഉണ്ടാവില്ല. അതാർക്കേ ഉണ്ടാവുള്ളൂ? ഇൻഡിവിജ്വലിനെ ഉണ്ടാവും. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്, ഈ 4 ഹെഡാണ് കമ്പനിക്കുണ്ടാവുക. അതിൽ ഒന്നാമത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. കമ്പനിക്ക് സെൽഫ് ഓക്യുപ്പൈഡ് HP ഉണ്ടാവില്ല. കമ്പനി ഒരു ഇൻഡിവിജ്വലും ഫാമിലിയും കുടുംബവും ഭാര്യയും കുട്ടികളും എന്നുള്ളതല്ലല്ലോ. അതുകൊണ്ട് കമ്പനിക്ക് സെൽഫ് ഓക്യുപ്പൈഡ് HP ഉണ്ടാവില്ല. കമ്പനിക്ക് എന്തേ ഉണ്ടാവുള്ളൂ? ലെറ്റ് ഔട്ട് HP ഉണ്ടാവും. പിന്നെ ബിസിനസ്സിന് തന്നെ ഉപയോഗിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാവും. അതിലെ ഇൻകം ബിസിനസ് ഇൻകം ആയിട്ടാണ് യൂസ് ചെയ്യുക. ഒരു കമ്പനിക്ക് എന്നുണ്ട്, തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ നിന്ന് വരുമാനം ഉണ്ടായി. തൊഴിലാളികളോട് എന്ത് വാങ്ങുന്നുണ്ട്? റെന്റ് വാങ്ങുന്നുണ്ട്. ആ തൊഴിലാളികൾ എംപ്ലോയീസ് അവിടെ നിൽക്കേണ്ടത് കമ്പനിയുടെ ബിസിനസ്സിന് അത്യാവശ്യമാണ്. എന്നാൽ അവിടെ നിന്ന് വാങ്ങുന്ന റെന്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലല്ല ടാക്സബിൾ. നമ്മളിത് മുമ്പ് പഠിച്ചതാണ്. PGBPയിലാണ് ടാക്സബിൾ. അപ്പോൾ കമ്പനിക്ക് ലെറ്റ് ഔട്ട് HP ഉണ്ടാവാം. ലെറ്റ് ഔട്ട് HPയുടെ പ്രോബ്ലം ചെയ്യേണ്ടത് നമ്മൾ സാധാരണ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ചെയ്യേണ്ടത്. എങ്ങനെ? GAV ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്, പിന്നെ NAV കിട്ടും. പിന്നെ അതിൽ നിന്ന് ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24, 30% ഓഫ് NAV ഫോർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ഓർ റിപ്പയർ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി. ഇത് ലെസ് ചെയ്താൽ നമുക്ക് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് HP കിട്ടും. PGBPയുടെ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് എല്ലാ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസുകളും ആഡ് ബാക്ക് ചെയ്യാം. എന്നിട്ട് നോൺ ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? PGBP കിട്ടും. കമ്പനിയുടെ PGBP ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ നോക്കണം. ബുക്ക് പ്രോഫിറ്റ്. കാരണം കമ്പനിയുടെ ടാക്സ് റേറ്റ് വരുന്നത് നോർമൽ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഓർ MAT ഓൺ ബുക്ക് പ്രോഫിറ്റ്സ് വിച്ചെവർ ഈസ് ഹയർ എന്ന രീതിയിലാണ്. നോർമൽ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഓർ